ഇന്ന് ഞാനും അമ്മയും കൂടിയിട്ട് മാസ പർച്ചേസിന് വേണ്ടി പോവാട്ടോ. എന്ത് ചെയ്യാനാ, എത്ര നല്ല ഹെൽമെറ്റ് എടുത്താലും ഒരു ഫറളം താഴത്തായിരിക്കും അതിന്റെ ലോക്ക് ഇരിക്കുന്നുണ്ടാവുക. എന്നിട്ട് സ്കൂട്ടി ഓടിക്കുമ്പോൾ ഇത് താഴ്ത്താൻ മാത്രം നേരം ഉണ്ടാവുള്ളൂ. എനിവേ ഇത് ഞാൻ മിന്ത്രയിൽ ഓർഡർ ചെയ്ത ഒരു അടിപൊളി വൈറ്റ് ഷൂ ആട്ടോ. ആദ്യമൊക്കെ ഓൺലൈനൊക്കെ ചെരുപ്പ് ഓർഡർ ചെയ്യുമ്പോൾ ഇത് നല്ലതാവോ എന്നുള്ള ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ടൊന്ന് ഓർഡർ ചെയ്ത് കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ, ആ ഒരു പേടിയൊക്കെ മാറി. നമ്മുടെ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് റിലയൻസ്. അപ്പൊ മാസ പർച്ചേസിന് സ്ഥിരം ഞങ്ങൾ അവിടെ തന്നെയാണ് പോവാറ്. അച്ഛനെന്ന് മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ വഴിയെ ഞങ്ങൾ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഞാനും അമ്മയും കൂടിയിട്ട് സ്കൂട്ടി എടുത്തിട്ട് നേരെ വിട്ടു റിലയൻസ്. കയറി വന്ന വഴി 49-99 രൂപയ്ക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓഫർ കണ്ടാ പറയണ്ടല്ലോ, അമ്മയുടെ കണ്ണു തള്ളി. ഞാനാണെങ്കിൽ അതിന്റെ ഇടയിൽ ഈ ഒരു ക്യൂട്ട് ജാറ് കണ്ടു കേട്ടോ. ഇതാണെങ്കിൽ ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ നോട്ടിട്ട് വെച്ചിരിക്കുന്നു. നല്ലൊരു പിൻട്രസ്റ്റ് ക്യൂട്ട് വൈബ് കിട്ടിയില്ലേ. ഇതിന് വേറൊരു കളർ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓൺലൈൻ പ്രൈസിങ് ഈ പ്രൈസിങ് ഏതാണ്ട് സെയിം ആയിട്ട് ഞാൻ ഓൺലൈൻ തന്നെ മേടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പച്ചക്കറിയൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ മാത്രം കിട്ടുന്ന ഒരു ഐറ്റം ഉണ്ട്, അമൂൽ കൂള്. അതും തപ്പി ഞാൻ ജ്യൂസ് സെക്ഷനിലോട്ട് എത്തിയിട്ടാ. പണ്ടൊക്കെ എന്റെ ചേച്ചി ഞാനും കൂടി തല്ലുകൂടി കഴിഞ്ഞാൽ തല്ല് സോൾവ് ചെയ്യണത് ഒരു അമൂൽ കൂള് മേടിച്ചോണ്ട്. അവൾക്കറിയാം ആ സാധനം മേടിച്ച അപ്പൊ ഞാൻ അതിൽ വീഴുന്നു. അല്ലെങ്കിൽ ഒരു അമൂൽ കൂള് മേടിച്ചെന്നത് തീരാവുന്ന പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിലുള്ളൂ. കുറെ തപ്പി നടന്നെങ്കിലും സാധനം നമുക്ക് കിട്ടിയില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ ഈ കപ്പ് കണ്ടാടല്ലോ ഒന്ന് കുത്തിയിട്ട് കണ്ട ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോഴേക്കും നമ്മുടെ ഡാഡി കൂള് മീറ്റിംഗ് കഴിഞ്ഞ് സ്ഥലത്ത് എത്തി. എല്ലാ പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഈ ഒരു സാധനം ഞാൻ കാണാറുണ്ടാ. ഇതെന്താന്ന് പിടികിട്ടിയൊരു താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അങ്ങനെ 2500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോയുടെ പഞ്ചസാര 9 രൂപയ്ക്ക് കിട്ടുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ അത് മേടിച്ചു. ഈ ഒരു സാധനം കിട്ടാൻ ഇത്ര അധികം സാധനം മേടിച്ച വ്യക്തികൾ ഞങ്ങളായിരിക്കും. അതെ, 1 ലക്ഷം കിട്ടാൻ വേണ്ടി 10 ലക്ഷം മുടക്കാൻ ഞാൻ തയ്യാറാന്ന് പറയണ പോലെ. എല്ലാം കഴിഞ്ഞ് വന്നപ്പോ രാത്രി കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തി എന്തെങ്കിലും കഴിച്ചാൽ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോ അച്ഛന്റെ ബാഗിൽ തൈര് സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം കഴിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.